അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുടുംബം ഒരു വലിയ അനുഗ്രഹമാണ്. അത് നിലനിർത്തേണ്ടത്, സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ അടങ്ങുന്നതാണ് നമ്മുടെ കുടുംബം. അവർക്കിടയിലുള്ള സന്തോഷവും ഒരുമയും ഐക്യവുമാണ് നമ്മുടെ സന്തോഷകരമായ കുടുംബത്തിന് കാരണം. പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും വീഴ്ചകൾ വരുന്നതിനെ നികത്തിയും പോരായ്മകൾ നികത്തിയും ഒക്കെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കുടുംബം സന്തോഷകരമായി തീരും. കുടുംബജീവിതം നന്നാകുന്നതിൽ, സന്തോഷകരമാകുന്നതിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലുള്ള രീതി, സഹകരണം വളരെ പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് ഭാര്യയോടും ഭർത്താവിനോടുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. ഭാര്യമാരോട് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു: അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കുമ്പോൾ ആ കുടുംബജീവിതത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ തൃപ്തിയും പൊരുത്തവും സ്നേഹവും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ, അതേ അവസ്ഥയിൽ ജീവിച്ച് പോകുന്ന സന്ദർഭത്തിലാണ് മരണം മാടി വിളിക്കുന്നതെങ്കിൽ ദഖലത്തിൽ ജന്ന, തീർച്ചയായും ആ സ്ത്രീ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. മറുഭാഗത്ത് ഭർത്താവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: ഒരിക്കലും ഭാര്യമാരെ അടിക്കരുത്. പ്രവാചകൻ ഒരിക്കൽ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന നിസാരമായ അറാക്കിൻ്റെ കഷണം ഉയർത്തിപ്പിടിച്ച് തൻ്റെ മുന്നിലിരിക്കുന്ന സദസ്യരായ സ്വഹാബത്തിനോട് പറഞ്ഞതിങ്ങനെയാണ്: ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനല്ലായിരുന്നെങ്കിൽ എൻ്റെ ഭാര്യമാരെ ഞാൻ അടിക്കുമായിരുന്നു. ഇന്ന് വരെ ഇതുപോലുള്ള ഒരു ചെറിയ കഷണം കൊണ്ടുപോലും എൻ്റെ ഭാര്യമാരെ അടിച്ച് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. ഇത് രണ്ടും ഒരു കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തിന് കാരണമാണ്. ഇതെല്ലാം ശ്രദ്ധിച്ച് പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി വിട്ടുവീഴ്ചയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇണക്കുരുവികളായി സന്തോഷകരമായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബങ്ങളെ ഒരുമയിലും സന്തോഷത്തിലും ചേർച്ചയിലുമായി നിലനിർത്തി തരുമാറാകട്ടെ.